അപ്പോൾ ഇത് മഹേന്ദ്ര റോഡിയാണ് വണ്ടി. ഓയിൽ പമ്പിങ്ങിൽ നമ്മൾ ചെക്കായി നിന്നിട്ടുള്ളതാണ്. അപ്പോൾ നോക്കി കാണാം, ഇതിൻ്റെ 3 പല്ല് പൊട്ടിപ്പോയിട്ടുണ്ട്. റോഡിയോ അത് വണ്ടി മഹേന്ദ്ര അഴിക്കണമെങ്കിൽ കുറച്ച് പാടാണ്. ഇതിപ്പോൾ സൈലൻസർ ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള കാരണമാണ് മൊത്തം ഇഞ്ചിറക്കി തോന്നുന്നത്. അല്ലെങ്കിൽ ഫാനിൻ്റെ കവറും മാഗ്നറ്റിക് കവറും അഴിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പീസ് അഴിക്കാൻ കിട്ടും. ഓയിലിൻ്റെ സ്റ്റിക്ക് വരുന്ന ഒരു പീസ് ആ സൈഡിൽ കവർ അഴിക്കാൻ കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് സെൻട്രൽ കേസിൻ്റെ പീസ് വരുന്നത് ഇവിടെ. അപ്പോൾ അതൊക്കെ അഴിച്ചു കഴിഞ്ഞാലാണ് 1 വേ ക്ലച്ചൊക്കെ അഴിച്ചു കഴിഞ്ഞാലാണ് ഈ ഓയിൽ പമ്പ് കാണാം. അപ്പോൾ ഈ ഓയിൽ പമ്പ് നോക്കിയാൽ കാണാം, ഇതിൻ്റെ ഒരു 3 ടീത്ത് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. അതായത് ഓയിൽ പമ്പിൻ്റെ ഉള്ളിൽ പിസർ കയറിയിട്ട് സ്റ്റക്കായി. അപ്പോൾ ഈ വീല് മാത്രമേ ഇറങ്ങുള്ളൂ. ഈ സെൻറ്ററത്തെ പോയിൻ്റ് നോക്കിയാൽ കാണാം, ഷാഫ്റ്റ് അത് കറങ്ങുന്നില്ല. അതിൽ പിസർ കയറിയിട്ട് സ്റ്റക്കായി നിൽക്കുകയാണ്. ഓയിൽ പമ്പിങ് ഇല്ല. വണ്ടി സ്റ്റാർട്ടിങ് ആണ്. പിസ്റ്റിൻ്റെ സൗണ്ട് കേൾക്കാൻ നമുക്ക് ഓയിൽ പമ്പ് ചെയ്ത് കയറില്ല. ചൂടായി കഴിഞ്ഞാൽ വണ്ടി സ്റ്റക്കാവും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കേസ് എടുക്കുന്നത്. അപ്പോൾ ഈ ഓയിൽ പമ്പ് റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ നമുക്ക് സിലിണ്ടറിൽ ഇപ്പോൾ സ്റ്റക്കായി എന്നുള്ള കാരണം സ്ക്രാച്ച് കൊണ്ടുണ്ടാവും. സിലിണ്ടർ വർക്കും ചെയ്യേണ്ടി വരും. ക്രാങ്കിന് സൗണ്ടൊന്നും കാണുന്നില്ല. അപ്പോൾ സിലിണ്ടറിൻ്റെ വർക്കും ചെയ്യേണ്ടി വരും. ഓയിൽ പമ്പ് മാറേണ്ടി വരും.